ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പറയുമായിരുന്നു ബറാബസിന് കൂട്ടായിട്ട് വരുന്നത് യേശുക്രിസ്തു ആണെന്ന്. സിസ്റ്ററുടെ കൂട്ടി ജസീന്ത സിസ്റ്ററാ. ഞങ്ങളൊക്കെ ബറാബാസ് എന്നാ വിളിക്കുക. ചാപ്പലിൽ എപ്പോഴാ ചെറിയ തിരുരൂപം തന്നെയാണോ? അതെ. സിസ്റ്റർ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു തവണ. സിസ്റ്ററിന്റെ മുറി ഇതാണ്. പോട്ടെ എന്നാ. Hi, Elsita. I'm Jacinta. ഇടവകയിൽ ഏക സമ്പന്ന കുടുംബം. ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങൾ. ദൈവവിളിയാൽ മാത്രം മഠത്തിൽ ചേർന്ന ഈ പ്രൊവിഷനിലെ ഏക കന്യാസ്ത്രീ സിസ്റ്റർ എൽസിറ്റ. ഞാനൊന്ന് കാണട്ടെ നല്ലോണം. ഞാനൊക്കെ ദാരിദ്ര്യം കൊണ്ട് കന്യാസ്ത്രീയായി പോയതാ. തിരുവസ്ത്രം ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. പൂർവാശ്രമം നമുക്കില്ലല്ലോ, ബന്ധുക്കളോ സമ്പത്തോ ഒന്നും. ഈശോ ആണ് ഏറ്റവും സമ്പന്നൻ, ഏറ്റവും സ്നേഹമുള്ളവൻ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളല്ലേ ഏറ്റവും ഭാഗ്യവതികൾ. കർത്താവിന്റെ മണവാട്ടികൾ, മനോരോഗികൾ, സുവർഗ പ്രേമികൾ, ഇവരൊക്കെയും ഭാഗ്യവതികളാ അല്ലേ എൽസിറ്റേ? സിസ്റ്റർ സങ്കല്പമാണ് പറയുന്നത്, ഞാൻ യാഥാർത്ഥ്യവും. സഭയിലുമുണ്ട് വേർതിരിവ്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, കുംഭസാരം കേൾക്കാൻ കന്യാസ്ത്രീക്ക് അനുവാദമുണ്ടോ? ഒപ്പീസ് പോലും വേറെ. അച്ഛന്മാർക്ക് വേറെ, കന്യാസ്ത്രീക്ക് വേറെ. അച്ഛന്മാരുടെ നില എന്നും ഭദ്രം, നമ്മുടേതോ? സിസ്റ്ററെ, ഇന്നിവിടെ ഉപവാസമാ. മദറിനോട് സമ്മതം വാങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? അയ്യോ വേണ്ട. അതെ, ഉപവാസവ്രതം, അനുസരണവ്രതം, ബ്രഹ്മചര്യവ്രതം, ദാരിദ്ര്യവ്രതം, അതിന്റെയൊക്കെ അബ്രഹാമാണ് പുതിയ സിസ്റ്റർ. അങ്ങനെയുള്ള ആളോടാണോ ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുന്നത്?
സിസ്റ്റർ സിസ്റ്റർ ദേ ആ, ചാപ്പലിൽ കുറെ കൂടി ഉയരമുള്ള തിരുരൂപമാവാമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. വികാരിയച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എൽസിറ്റയുടെ ഈശ ആവുമ്പോൾ മിടുക്കും സൗന്ദര്യമൊക്കെ കൂടും. പക്ഷെ ഒരു കാര്യം, തിരുരൂപത്തിന് ദൈവികത്വം തോന്നണം. എങ്കിലേ ഞാൻ അനുവദിക്കുള്ളൂ. എവിടെ പോയി കിടക്കുകയാണ് മതയാമനി? ഇങ്ങട് കുട്ടികളുടെ ആദ്യ കുർബാനയാണ്. ഒരെണ്ണം എടുക്കാനല്ല ഓസ്തി. സക്രാരില് നോക്ക്, ഒരെണ്ണം ഉണ്ടോ 1000 എണ്ണം ഉണ്ടോന്ന്. ഏയ്. കർത്താവിൻ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ ഇടവകയിലെ കുരുന്നുകളുടെ പ്രഥമ ദിവ്യ കാരുണ്യ സ്വീകരണമാണല്ലോ. നമുക്ക് ഈ മഹനീയ നിമിഷത്തിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരാം.
ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദിസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായെയും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദിസയിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങളെ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൂടിന്റെ ബലം പരിശോധിക്കുകയാണോ? ഇവരെ കണ്ടു നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. അവന്റെ നമ്മുടെ ജീവിതം കാരാഗ്രഹത്തിലായിപ്പോ. അവൻ ഈ കൂട്ടിൽ, നമ്മൾ ഈ പെരുങ്കോട്ടയിൽ. തോന്നലുകളാണ് സിസ്റ്ററെ. സംഭവിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിനകത്താണ്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരായി. സിസ്റ്റർ നിക്ക്, എനിക്ക് സംസാരിക്കണം. ആരൊക്കെയായി നമ്മൾ ഇടപെട്ടാലും അവർക്കൊക്കെ നമ്മൾ നിഗൂഢ മനുഷ്യരാ. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തവരെ പോലെയാണ് നമ്മൾ. ആണല്ലോ. തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കാൻ ഈശോയ്ക്ക് കഴിയും. ആ ഈശോയുടെ മണവാട്ടിമാർ മാത്രമാണ് നമ്മൾ. സിസ്റ്ററെ, ഒരു കൂട്ട് വേഗം കണ്ടെത്തിക്കോളൂ, ഇല്ലെങ്കിൽ സിസ്റ്റർ ബുദ്ധിമുട്ട്. കണ്ടില്ലേ, അവരെല്ലാം ജോഡികളാ. ഒരു പനി വന്നാൽ മരുന്നെടുത്ത് തരാൻ പോലും ആരും കാണില്ല. എനിക്ക് കൂട്ടി ഈശോ മാത്രമാണ് ചേച്ചി. സിസ്റ്റർ റോസ്ലിൻ സിസ്റ്ററെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പണ്ടൊരു കപ്ലോൻ അച്ഛനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. വലിയ കോളിളക്കം ഉണ്ടാക്കിയ സംഗതിയാ. സഭയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ കപ്ലോനച്ഛനും വേണ്ട, എനിക്കിനി ആരും വേണ്ടാന്നൊരു തീരുമാനവും എടുത്തു. കോൺവെന്റിൽ ഏതോ മുറിയിലുണ്ടാവും, തനിച്ച്. തലയ്ക്ക് കുറച്ച് ലൂസാ. മദർ നല്ല പുള്ളിയൊന്നുമല്ല, സ്വന്തം കാര്യമേ നോക്കൂ. പിള്ളേരുടെ അപ്പം പറയുക 5 സ്ഥലമെന്നാ. മദർ കുരിശ് ചോമിപ്പിക്കുമെന്ന്. അയ്യോ കർത്താവേ.